ജീവനും ജീവിതവും എന്ന പഠന പരമ്പരയിലെ 182ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സണ്ണി സാറിനാണ് നമ്മളോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ പഠന പരമ്പരയിലുടനീളം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ വിഷയം ബൈബിളിന്റെ സർഗാത്മകത എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, അല്പം വിശദീകരണം ആവശ്യമുള്ള ഒരു വിഷയം തന്നെയാണിത്. ഇപ്പോൾ സന്നിധാനത്തിനെ കുറിച്ചുള്ള ഒരു നിർവചനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ശ്രദ്ധയോടെ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നു വരാം. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൽ ഏറ്റവും ആദ്യത്തെ വാക്ക് തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്കാണ്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ ദൈവത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അതിന്റെ ഒരു ബൈബിളിന്റെ പ്രാരംഭ വാക്യമായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ ആ ഒരു സർഗാത്മകതയെ കുറിച്ച്, ദൈവത്തിന്റെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് ഏറ്റവും ഉച്ചത്തില് വളരെ വ്യക്തമായി പറയുന്ന ഒരു വേദഭാഗമായിട്ടാണ് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനമാണല്ലോ ബൈബിള്, ദൈവത്തിന്റെ അരുളപ്പാടുകളാണല്ലോ ബൈബിള്. അപ്പോൾ ദൈവവചനവും ഇത്തരത്തില് വളരെ സർഗാത്മകതയുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പുസ്തകമായിട്ടാണ് ദൈവവചനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഇത് നമ്മുടെ ജീവിതത്തില് സ്വാധീനം ചെലുത്താൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. സംസ്കാര രൂപീകരണത്തില് ദൈവവചനത്തിന് വലിയ സ്വാധീനമുണ്ട്. സാഹിത്യത്തിന്റെ മേഖലയില് ദൈവത്തിന്റെ വചനം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ മനുഷ്യനെ രൂപപ്പെടുത്തുന്നതില്, മനുഷ്യനായിട്ട് രൂപപ്പെടുത്തുന്നതിൽ ദൈവവചനത്തിന് വലിയ സ്വാധീനമുണ്ട്. ഇത് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനും ജീവിതത്തിന്റെ മറ്റൊരു എപ്പിസോഡില് നമുക്ക് ഒരുമിച്ച് കാണുവാനായിട്ട് ദൈവം ഇടയാക്കിയത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മുമ്പിലുള്ള വിഷയം ബൈബിളിന്റെ സർഗാത്മകത എന്നാണ്. ഒരുപക്ഷെ ഈ ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായി കാണാം. എന്താണ് ഈ സർഗാത്മകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർഗാത്മകത എന്നത് പൊതുവില് ഒരുപക്ഷെ സാധാരണക്കാരന്റെ മനസ്സില് ഒരു കലാപരമായിട്ടുള്ള സൃഷ്ടി അല്ലെങ്കിൽ കലാപരമായ ഭാവന, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഒരു ചിന്ത ആദ്യമേ വരുന്നത് എന്ന് ഞാൻ വിചാരിക്കാം. പക്ഷെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത എന്നുള്ള ആ വാക്ക് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി വിശാലമായ അർത്ഥം ഈ വാക്കിനുണ്ട്. വെറും സാഹിത്യ ഭാവന അല്ലെങ്കിൽ കലാപരമായ ഭാവന എന്ന നിലയിൽ മാത്രമല്ല. അതിനിങ്ങനെ ഒരു വ്യാഖ്യാനം, നമുക്കൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. ക്രിയേറ്റിവിറ്റി at its essence is the ability to bring forth something new, meaningful and life-giving. അതായത് നവീനവും ജീവദായകവും അർത്ഥപൂർണവുമായ ഏതെങ്കിലും ഒന്നിനെ ഉളവാക്കുവാനുള്ള കഴിവാണ് സർഗാത്മകത എന്ന് പറയുന്നത്. പുതുതായി എന്തെങ്കിലും ഒന്നിനെ ഉളവാക്കുക, അല്ലെങ്കിൽ സജീവമാക്കുക, അർത്ഥപൂർണമാക്കി തീർക്കുക, രൂപപ്പെടുത്തുക, രൂപാന്തരപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഈ വാക്കിനകത്ത് ഉണ്ട്, ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ലോകത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സാഹിത്യ കൃതിയാണ് ബൈബിൾ, അല്ലെങ്കിൽ ഒരു സാഹിത്യ രചനയാണ്, ഒരു ഗ്രന്ഥമാണ് ബൈബിൾ എന്നുള്ള കാര്യം. കേവലം മതപരമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മതപരമായ ഒരു ലോകത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല ബൈബിൾ എന്ന പുസ്തകവും അതിൻ്റെ സ്വാധീനതയും. മനുഷ്യ മനസ്സുകളെ ചിന്തിക്കാനായിട്ട് പ്രാപ്തിയുള്ളതാക്കി തീർക്കുകയും മനുഷ്യന്റെ ഭാവനകൾക്ക് ചിറക് നൽകുകയും മനുഷ്യ ജീവിതത്തെയും മനുഷ്യ സമൂഹത്തെയും ഒക്കെ ഒത്തിരി രൂപമാറ്റം
രൂപം മാറ്റത്തിലേക്ക് നയിച്ച ഒരു അത്ഭുത പുസ്തകമാണ് ബൈബിൾ. അതിൻ്റെ പിറകിലുള്ള ദൈവികതയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. ലോകത്തിലൊരു പുസ്തകങ്ങൾക്കും മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്നതിനും അപ്പുറത്ത്, കാതങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യനെ സ്വാധീനിക്കുന്നതിൽ എത്തി നിൽക്കുന്ന പുസ്തകമാണ് ബൈബിൾ. അപ്പൊ അതുകൊണ്ട് ബൈബിളിന്റെ സർഗാത്മകത എന്നത് നമുക്ക് ഒത്തിരി വിശാലമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. പല പല മേഖലകളിലേക്ക് ഈ പഠനം നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് അത്ര വിശാലമായിട്ട് പോകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ല. ഈ വിഷയം സംബന്ധിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാകാനും നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം, ദൈവികമായ ഈ പുസ്തകം, ദൈവത്തിന്റെ വചനം എന്ന പേരിൽ നമുക്ക് കുറച്ചുകൂടി സ്നേഹം തോന്നാനും കുറച്ചുകൂടി ബഹുമാനം തോന്നാനും, അത് മാത്രമല്ല ഈ പുസ്തകം ഉപയോഗിക്കുന്നതിൽ ഒരു വലിയ പ്രോത്സാഹനം നമുക്ക് ഉണ്ടാകാനും ആത്മവിശ്വാസം ഉണ്ടാകാനും ഒക്കെ ഈ പഠനങ്ങൾ നമ്മളെ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ കയ്യിൽ സാധാരണ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് വലിയ വിലയില്ലാതായി തീർന്ന ഒരു പുസ്തകം എന്ന് നമുക്ക് വേണമെങ്കിൽ ബൈബിളിനെ കുറിച്ച് പറയാൻ കഴിയും എന്ന് ഞാൻ ചില കടന്നെന്ന് പറയുകയാണ്. കാരണം എത്രയോ ബൈബിളുകൾ നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ അലമാരകളിലുണ്ട്. എന്നാൽ അത് എങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നത്, എത്രമാത്രം നമ്മൾ ഈ പുസ്തകത്തെ ആസ്വദിക്കുന്നുണ്ട്, ഈ പുസ്തകത്തിന്റെ സാധ്യതകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നത് ഒരുപക്ഷെ അല്പം ആശങ്കയോടുകൂടി നോക്കി കാണേണ്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എന്നാൽ അങ്ങനെയല്ല, ഈ പുസ്തകത്തെ നമ്മൾ നോക്കി കാണേണ്ട കാഴ്ചപ്പാട് തന്നെ കുറച്ചുകൂടി റിഫൈൻ ചെയ്യണം, കുറച്ചുകൂടി ഒന്ന് നവീകരിക്കപ്പെടണം, ഒന്ന് നന്നാക്കണം എന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പഠനത്തിലൂടെ കുറച്ച് നാളുകളായിട്ട് ഈ വിഷയം ഇങ്ങനെ എനിക്ക് തന്നപ്പോൾ മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും കുറച്ചൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ വിഷയങ്ങളെ കുറിച്ചും ഇങ്ങനെ മനസ്സിലാക്കും തോറും ഈ പുസ്തകത്തിന്റെ അപാരമായിട്ടുള്ള ഈ സർഗാത്മ ആ ഒരു തലം, അതിന്റെ ഇതളുകൾ ഇങ്ങനെ വിടർന്ന് വരുന്ന മനോഹരമായ കാഴ്ച, അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇതിനോട് ചേർന്ന് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം, ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ആ പുസ്തകത്തിന്റെ എഴുത്തുകാരനെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അല്ലെങ്കിൽ ബൈബിളിന്റെ സർഗാത്മകത എന്നത് തനിയെ നിൽക്കുന്ന ഒരു കാര്യമല്ല. ബൈബിൾ പുറപ്പെട്ടു വന്നത് ദൈവത്തിൽ നിന്നായതുകൊണ്ട് 2 തിമോത്തി 3:16 നമുക്ക് മനഃപ്പാഠം അറിയാവുന്ന വാക്യമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവശ്വാസമായി പുറത്തേക്ക് വന്ന വാക്യങ്ങളും ആശയങ്ങളുമാണ് ഇതിനകത്ത് ഉള്ളത് എന്നതുകൊണ്ട് ഈ പുസ്തകം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. അല്ലെങ്കിൽ ഇതിന്റെ ചൈതന്യം എന്ന് പറയുന്നത്, ഇതിന്റെ ജീവൻ എന്ന് പറയുന്നത്, ഇതിന്റെ നന്മകൾ എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ മറ്റേതെങ്കിലും ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമല്ല വാസ്തവത്തിൽ ബൈബിൾ എന്ന ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഉള്ളത്. ഈ പുസ്തകത്തെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള നമ്മളും സ്വർഗവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. ആ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ് ഈ വിശുദ്ധ ബൈബിൾ എന്നത്. വിശുദ്ധ ബൈബിൾ മാത്രമേ ഉള്ളൂ അത്തരത്തിൽ മനുഷ്യനെയും അല്ലെങ്കിൽ ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുസ്തകം. ആ രീതിയിൽ ഈ ഒരു പുസ്തകം മാത്രമേ ഈ ലോകത്തിൽ ഇന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകം നമ്മൾ കുറച്ചുകൂടി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും താല്പര്യത്തോടെയും ഒക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാനിങ്ങനെ ഇടയ്ക്ക് പറയുകയാണ്. അപ്പൊ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം, അല്ലെങ്കിൽ ബൈബിളിന്റെ പിന്നിലുള്ള ആ സ്രോതസ്സായ ദൈവം സർഗാത്മകനായ ഒരു ദൈവമാണ്. സൃഷ്ടി നടത്തുന്ന സൃഷ്ടികർത്താവായ ഒരു ദൈവമാണ്. അപ്പൊ ബൈബിളിന്റെ ആദ്യത്തെ പ്രസ്താവന തന്നെ അവൻ പറഞ്ഞു, ബൈബിളിന്റെ ആദ്യത്തെ പ്രസ്താവന തന്നെ സൃഷ്ടാവായ ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ സൃഷ്ടി നടത്തുന്ന ഒരു ദൈവം, ഈ പ്രപഞ്ചത്തെ മനോഹരമായി രചിച്ച
ഒരു ദൈവത്തെ സംബന്ധിച്ചാണ് ആദ്യത്തെ പ്രസ്താവന തന്നെ. അപ്പൊ തുടർന്ന് നമ്മൾ നോക്കിയാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ, പ്രത്യേകിച്ച് ഭൂമിയെ രൂപപ്പെടുത്തുന്ന കാര്യത്തില്, ഭൂമിയെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ, അതിനെ ഭംഗിയുള്ളതാക്കി തീർക്കുന്ന കാര്യത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ദൈവിക പ്രവർത്തനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യന്റെ സൃഷ്ടി തന്നെ എത്ര മനോഹരമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് നമുക്ക് മനുഷ്യനെ കുറിച്ച് പറയാനായിട്ട് കഴിയും. അപ്പൊ മറ്റ് സൃഷ്ടികൾക്കില്ലാത്ത വലിയ പ്രത്യേകതകൾ, പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ദൈവ സാദൃശ്യം നൽകി, ഇമേജ് ഓഫ് ഗോഡ്, അത് മനുഷ്യന് നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു നേരിട്ടുള്ള ബന്ധമുണ്ട്, അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ദൈവം മനുഷ്യനോട്, ഈ സൃഷ്ടാവായ ദൈവം സൃഷ്ടി മനോഹരമായി സൃഷ്ടിക്കുന്ന, ഭാവനാപരമായി സൃഷ്ടിക്കുന്ന, കലാപരമായി സൃഷ്ടിക്കുന്ന ഈ ദൈവം, ആ ദൈവത്തിന്റെ ഛായ നമുക്ക് നൽകിയിട്ട് ആ ദൈവവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന മറ്റൊരു അതിശയകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് ഈ തിരുവെഴുത്തുകളെ തന്നിരിക്കുന്നു. ഈ സൃഷ്ടാവായ ദൈവം, കലാകാരനായ ദൈവം, ആ ദൈവം നിരന്തരമായിട്ട് നമ്മളോട് സമ്പർക്കം ചെയ്യുന്ന വിധങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള മുഖാന്തരങ്ങളാണ് ദൈവത്തിന്റെ വെളിപ്പാടുകൾ എന്ന് പറയുന്നത്. ദൈവിക വെളിപ്പാടുകളുടെ രണ്ട് പ്രധാന തലങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഒന്ന്, പൊതുവായ വെളിപ്പാട്, പ്രകൃതിയിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ വെളിപ്പെട്ടു വരുന്നുവെന്ന് റോമാലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ദാവീദും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ ദൈവത്തിന്റെ അപാരമായ ഈ സർഗാത്മകത സൃഷ്ടപ്രപഞ്ചം എന്ന വെളിപ്പാട് പുസ്തകത്തിലൂടെ, ആ പുസ്തകത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുന്നു. ആ പുസ്തകം നിരന്തരമായിട്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും വായിക്കുന്ന ഒരു പുസ്തകമാണ്. അങ്ങനെ ദൈവത്തിന്റെ ഈ വെളിപ്പാടുകൾ നമുക്ക് ഈ ദൈവത്തിന്റെ സർഗാത്മകതയെ കുറിച്ച് കൂടുതൽ ബോധം തരുന്ന, അറിവ് തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് പ്രത്യേക വെളിപ്പാട് എന്ന നിലയിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വെളിപ്പാടുകൾ, ദൈവവചനമായ വിശുദ്ധ ബൈബിൾ, ആ പുസ്തകത്തിലൂടെയും ദൈവത്തിന്റെ ഈ സർഗാത്മകത നമ്മളിലേക്ക് എത്തുകയും നമ്മളെയും ആ ഒരു വലിയ ഒരു പുതിയ തലത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സർഗാത്മകതയോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മളെയും പ്രാപ്തരാക്കി തീർക്കുന്ന ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും ഈ ദൈവത്തിന്റെ ഈ സർഗാത്മ സൃഷ്ടിയായ ദൈവത്തിന്റെ വചനം തന്നെയാണ്. അപ്പോൾ ദൈവവും ദൈവത്തിന്റെ വചനവും മനുഷ്യനും, ഇത് മൂന്നും തമ്മിൽ വേർപിരിക്കാനാവാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തിന്റെ സർഗാത്മകത, ദൈവ സാദൃശ്യം മനുഷ്യന് പകർന്നു നൽകുന്ന വഴി മനുഷ്യരിലേക്ക് പകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെയും ദൈവത്തെയും എപ്പോഴും ബന്ധിപ്പിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ വചനമാകുന്ന ആ സർഗാത്മ സൃഷ്ടിയിലൂടെയും ദൈവം സാധ്യമാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ വിശുദ്ധ ബൈബിളിന്റെ സർഗാത്മകതയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ സൃഷ്ടിപരതയെക്കുറിച്ചും ആ ദൈവത്തിന്റെ പ്രത്യേക കഴിവുകളെ കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഒരു ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല, അനേക തലമുറകളുടെ മനസ്സ് ഉണർത്തുകയും അവർക്ക് ജീവൻ നൽകുകയും അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും അവരുടെ ഭാവനകൾക്ക് രൂപം നൽകുകയും ഒക്കെ ബൈബിള് എന്ന ദൈവത്തിന്റെ വചനം ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ ബൈബിൾ വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം, ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയെ, നമുക്ക് അത്ഭുതകരമായ അനേക പ്രവൃത്തികളെ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ അത്ഭുതകരമായ വിശാലമായ പ്രപഞ്ചം, അതിലെ രൂപകൽപ്പനകള്, ഇതൊക്കെ ദൈവത്തിന്റെ സർഗാത്മകതയുടെ ഒരു നേർക്കാഴ്ചകളാണ്. ഈ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പ്രത്യേകം പറയുമ്പോൾ, അതിന്റെ ഒരു സൃഷ്ടിപരതയെ കുറിച്ച് പറയുമ്പോൾ പല വാക്യങ്ങള് നമുക്ക് പറയാം. എങ്കിലും ഒത്തിരി വാക്യങ്ങളും ഞാൻ പറയുന്നില്ല, ഒരു വാക്യം മാത്രം വായിക്കാം. സങ്കീർത്തനങ്ങള് 33:6 വാക്യം പറയുകയാണ്, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്താലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ ഒരു പുതിയ സൃഷ്ടി എന്ന നിലയിൽ, ശൂന്യതയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന്
സൃഷ്ടിച്ചത് എന്ന് വചനം നമ്മളോട് പറയുകയാണ്. അപ്പൊ സൃഷ്ടി നടത്തുന്ന ദൈവത്തിന്റെ വചനം, ക്രിയേറ്റീവായിട്ട് ഉള്ള ദൈവത്തിന്റെ ക്രിയേഷൻ, ആ പ്രവൃത്തിയിൽ അതിന് മുഖാന്തരമായി തീർന്ന ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം ഈ സൃഷ്ടി നടത്തുക എന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല, സൃഷ്ടലോകത്തെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ, സൃഷ്ടലോകത്തോട് ഇടപെടുകയും ആ സൃഷ്ടലോകത്തിന്റെ രൂപം മാറ്റുന്നത് സംബന്ധിച്ചും അതിനെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നത് സംബന്ധിച്ചും ഒക്കെ ഇടപെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. സൃഷ്ടിയുടെ അധികം താമസിയാതെ തന്നെ വീഴ്ച സംഭവിച്ചു, മനുഷ്യൻ വീണു. ആ വീഴ്ച സൃഷ്ടികളിൽ വരുത്തിയ പരിക്കുകൾ എന്ന് പറയുന്നത് എത്ര ആഴത്തിലുള്ള പരിക്കുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. മനുഷ്യനെ മാത്രമല്ല അത് ബാധിച്ചത്, മനുഷ്യ ജീവിതത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചു, വിനാശകരമായിട്ട് ബാധിച്ചു. അതുപോലെ തന്നെയാണ് ഈ മനുഷ്യൻ വസിക്കുന്ന പ്രകൃതിയെയും ഈ പ്രപഞ്ചത്തെയും എല്ലാം ബാധിച്ച ഒരു വലിയ തകർച്ചയാണ് മനുഷ്യന്റെ വീഴ്ച അല്ലെങ്കിൽ പാപം എന്ന് പറയുന്ന ആ സംഭവം കൊണ്ട് സംഭവിച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. സൃഷ്ടി മുഴുവനും ഈറ്റുനോവോടെ ഞെരുങ്ങുന്ന ദ്രവത്വത്തിന്റെ ദാസ്യത്തിന്റെ കീഴിലായി പോയ ഒരു അനുഭവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവം മനോഹരമായിട്ട് ഈ ഭൂമിയെ തന്റെ വചനത്താൽ സൃഷ്ടിച്ചു. പക്ഷെ ഈ ഭൂമി, സൃഷ്ടപ്രപഞ്ചം മനുഷ്യന്റെ പാപത്താൽ വീണ്ടും മലിനമാവുകയും അതുപോലെ അതിന്റെ ഭംഗിയും അതിന്റെ അർത്ഥവും എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത ഒരു സ്ഥിതിയിൽ ആയിത്തീർന്നു. എന്നാൽ വീണ്ടും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ നവീകരിക്കുന്ന ഒരു പരിപാടിയാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നതാണ്. ആ നവീകരണ പരിപാടിയിൽ മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുക എന്ന ഒരു പരിപാടി മാത്രമല്ല ഉള്ളത്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ രക്ഷാകര പരിപാടിയെ അത്രയും കൊണ്ട് പരിമിതപ്പെടുത്തുന്ന ഒരു അപരാധം നമ്മൾ ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ നരകശിക്ഷയിൽ നിന്ന് മനുഷ്യനെ പൊക്കിയെടുത്ത് സ്വർഗത്തിലിരുത്തുക എന്നത് മാത്രമല്ല അതിനകത്തുള്ളത്. അതിനകത്ത് വളരെ വിശാലമായ, വളരെ സമഗ്രമായ ഒരു വീണ്ടെടുപ്പിന്റെ പരിപാടിയാണ് ദൈവത്തിന്റെ ഈ രക്ഷാകര പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ദൈവ ബന്ധത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനെ സമ്പൂർണമായി എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവിനെ മാത്രമല്ല, അവന്റെ മനസ്സും അവന്റെ ശരീരവും ഇതെല്ലാം രൂപാന്തരപ്പെടുത്തുന്ന അല്ലെങ്കിൽ വീണ്ടും ജീവനുള്ളതാക്കി തീർക്കുന്ന, അവനിലെ മങ്ങിപ്പോയ ദൈവസാദൃശ്യം അതിന്റെ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് ഉള്ള ദൈവത്തിന്റെ പരിപാടിയാണ് ഈ രക്ഷാകരമായ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അത് മനുഷ്യനിൽ മാത്രം ഒതുങ്ങുന്നല്ല, അത് ഈ പ്രപഞ്ചത്തെ മുഴുവനും നവീകരിക്കുന്ന ഒരു പരിപാടിയാണ് ദൈവത്തിനുള്ളത്. അപ്പോൾ കർത്താവ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഭൂമിയിലുള്ള മറ്റു കാര്യങ്ങളെ മുഴുവനും ജീർണതയുടെ ദാസ്യത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രസ്താവനയോട് ചേർത്ത് തന്നെ നമുക്കറിയാം മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ടാണ് ഈ സൃഷ്ടിയെല്ലാം കാത്തിരിക്കുന്നത്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ദൈവിക പരിപാടികളുടെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഈ ജീർണത ബാധിച്ച ഭൂമി, അല്ലെങ്കിൽ ഒരിക്കൽ മനോഹരമായിരുന്ന ഈ ഭൂമി പിന്നീട് അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ ജീർണതയുടെ അവസ്ഥയിൽ നിന്ന് അതിനെ നവീകരിക്കുന്ന, അതിനെ പുതുക്കുന്ന ഒരു പരിപാടി സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതും കൂടിയാണ് ദൈവത്തിന് നൽകുന്ന ആ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പഴയ ആകാശവും പഴയ ഭൂമിയൊക്കെ മാറ്റി അവസാനം ദൈവം സകലവും പുതുതാക്കി തീർക്കുന്ന ഒരു പുതിയ സൃഷ്ടിപ്പിനെ കുറിച്ച് തന്നെ നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന മനോഹരമായ മറ്റൊരു സൃഷ്ടിയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ പുതുക്കുന്ന ഒരു ദൈവിക പരിപാടി, ആ പരിപാടിയിൽ വളരെ സജീവമായിട്ട് പങ്കുവഹിക്കുന്ന ഒന്നാണ് ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. വചനത്തിലൂടെയാണ് ഈ പുതുക്കലൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ നവീകരണം, രൂപാന്തരം ഒക്കെ വരുത്തുന്നത് വചനമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ദൈവബന്ധം നഷ്ടപ്പെട്ട് ആത്മാവിൽ മരണം വഹിച്ചിരുന്ന പാപിയായ ഒരു മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പൊ ആ വീണ്ടും ജനനത്തിലേക്ക്, ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നതിലേക്ക് ഒരു മനുഷ്യനെ
പരിവർത്തനം ചെയ്യുന്ന, ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സജീവമായ ആ ഒരു സർഗാത്മ ശക്തിയാണ് ദൈവത്തിന്റെ വചനം എന്നുള്ള കാര്യം നമുക്കറിയാം. പത്രോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ സമഗ്രമായി പുതുക്കിപ്പണിയുന്ന, നവീകരിക്കുന്ന, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്ന ദൈവവചനത്തിന്റെ ആ ഒരു ശക്തി, ആ ഒരു പ്രാപ്തി, ആ ഒരു അതിശയകരമായിട്ടുള്ള കഴിവ്, അത് ബൈബിളിന്റെ സർഗാത്മകതയുടെ ഏറ്റവും മകുടമായിട്ടുള്ള ഉദാഹരണമാണ്. അതിനുള്ള തെളിവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ വലിയ സർഗാത്മ പ്രവൃത്തി നമുക്ക് ഈ ലോകത്തില്, ഈ പ്രപഞ്ചത്തിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലെ ഈ വചനങ്ങളുടെ എല്ലാം പിറകിലുള്ള ചേതോവികാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പുത്രന്റെ സ്വരൂപത്തോട് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, അനുരൂപരാക്കുന്ന, ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ ഉരുവാക്കി തീർക്കുന്ന, ക്രിസ്തുവിൽ നമ്മളെ തികഞ്ഞവരാക്കി നിർത്തുന്ന, തലയോളം വളർത്തുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ ദൈവവചനത്തിലൂടെ, അല്ലെങ്കിൽ ദൈവവചനം പ്രയോഗിക്കുന്നതിലൂടെ, പഠിപ്പിക്കുന്നതിലൂടെ, ഉപദേശിക്കുന്നതിലൂടെ, പ്രബോധിപ്പിക്കുന്നതിലൂടെ ഒക്കെ ആകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ദൈവവചനം എന്ന ദൈവത്തിന്റെ ഈ സർഗാത്മകമായ ഈ ഉപകരണം മനുഷ്യ ജീവിതത്തെ പൊളിച്ചു പണിയുന്ന, രൂപപ്പെടുത്തുന്ന, നവീകരിക്കുന്ന, ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന, അതിനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന, അതിന്റെ പരമോന്നത ലക്ഷ്യമായ പുത്രന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കുന്ന ആ പ്രവൃത്തി, ആ അത്ഭുതകരമായ ദൈവിക പ്രവൃത്തി ദൈവവചനം ഇന്ന് മനുഷ്യരിൽ ചെയ്യുന്ന, എല്ലാ കാലത്തും മനുഷ്യർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളിലും ആ പ്രവൃത്തി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവവചനത്തിന്റെ ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണം മനുഷ്യ ജീവിതങ്ങളെ പുതുക്കി പണിയുന്ന ഈ വചനത്തിന്റെ കഴിവാണ്, ആ വചനത്തിന്റെ ശക്തിയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം, അത് നമുക്ക് മനഃപ്പാഠം അറിയാവുന്ന വാക്യമാണല്ലോ. ഈ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, അത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക്, അല്ലെങ്കിൽ ചിന്തനങ്ങളെയൊക്കെ വിവേചിക്കുന്ന, സകല ചിന്തകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, അങ്ങനെ ആ ജീവൻ വരുത്തുന്ന, ചൈതന്യമുണ്ടാക്കുന്ന, ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ചെന്ന് പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ വചനത്തിന്റെ ആ ഒരു പ്രവൃത്തി. അപ്പൊ അത് ആണ് നമുക്ക് ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് ഈ വിഷയത്തില് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള കാര്യം ഇതാണ്. ഈ ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇതാണ്. അതേ തുടർന്ന് നമുക്ക് ബാക്കിയുള്ള അനേക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മനുഷ്യ ജീവിതത്തെ രൂപപ്പെടുത്തുകയും പുതുക്കി പണിയുകയും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിലൂടെ മാത്രമല്ല, മനുഷ്യന്റെ മനസ്സില് അവനെ ക്രിയേറ്റീവ് ആക്കുന്ന പ്രവൃത്തിയാണ് അതിനോട് ചേർന്ന് ബൈബിൾ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മൈൻഡ് ദൈവത്തിനുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ആ മൈൻഡിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. ആ ദൈവത്തിന്റെ ക്രിയേറ്റിവിറ്റി ദൈവസാദൃശ്യം നമ്മളിൽ വെച്ചതിലൂടെ നമുക്ക് തന്നിരിക്കുന്നു. ആ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തുന്ന, അതിന്റെ സൃഷ്ടിപരമായ വശങ്ങളിലേക്ക് അതിനെ നയിക്കുന്ന ഒരു ശക്തിയാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ ആ രീതിയിൽ ദൈവത്തിന്റെ വചനം മനുഷ്യരിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തുടർന്ന് ചിന്തിക്കാനായിട്ടുള്ളത്. ഇപ്പൊ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഒരു സാഹിത്യ ഒരു കാഴ്ചപ്പാടിലൂടെ, അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഒരു വശത്തിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ബൈബിളിന്റെ ഇടപെടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ലോകത്തിന്റെ അനേക സംസ്കാരങ്ങളിൽ, അനേക ഭാഷകളിൽ ഈ ബൈബിളിന്റെ ഈ സാഹിത്യപരമായിട്ടുള്ള ആ ഒരു സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ലോക സാഹിത്യത്തെ ബൈബിൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ലോകത്തിൽ മറ്റൊരു പുസ്തകവും ഇതുപോലെ സാഹിത്യത്തെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതിന്റെ രചനാ വൈവിധ്യം കൊണ്ട്, ലിറ്റററി സ്റ്റൈൽ ആൻഡ് വെറൈറ്റി ഓഫ് ജനറേസ്, ഗദ്യ സാഹിത്യമുണ്ട്, പദ്യ സാഹിത്യമുണ്ട്, നാടകമുണ്ട്,
അതുപോലെ തന്നെ ലേഖന സാഹിത്യമുണ്ട്, അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ ഉണ്ട്. ഇനി പ്രവാചക പുസ്തകങ്ങളിൽ നോക്കിയാൽ അനവധി സാഹിത്യ രചനാ ശൈലികൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കടങ്കഥകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒത്തിരി വൈവിധ്യമാർന്ന രചനാ ശൈലി കൊണ്ട്, വൈവിധ്യമാർന്ന രചനാ ശൈലിയിൽ വിരചിതമായ പുസ്തകങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ലൈബ്രറിയാണ് വാസ്തവത്തിൽ ഈ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ബൈബിളിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ആ ബൈബിൾ വായിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അതിൻ്റെ സാഹിത്യ ആ ഒരു ഭംഗി, അല്ലെങ്കിൽ ആ സാഹിത്യ പ്രത്യേകതകൾ സ്വാധീനിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനങ്ങളിലെ സംഗീതം ഏതു മനുഷ്യന്റെയും ഹൃദയത്തിലെ ഞരക്കങ്ങളും അല്ലെങ്കിൽ ആകുലതകളും സന്തോഷങ്ങളും ഇതൊക്കെയാണ് ഈ സംഗീതങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സദൃശ്യവാക്യങ്ങളിലെ ധാർമ്മികമായ പ്രതിഫലനങ്ങൾ, എത്രയെത്ര ധാർമ്മിക പ്രമാണങ്ങളാണ് ഈ സദൃശ്യവാക്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്നത്. ഉത്തമഗീതത്തിലെ ആ ഉദാത്തമായ പ്രേമഭാവങ്ങൾ എത്രയോ കുടുംബജീവിതങ്ങളെ അത് സമ്പുഷ്ടമാക്കിയിരിക്കുന്നു. എത്രയോ കവിതകൾക്ക്, സാഹിത്യ രചനകൾക്ക് അത് പ്രചോദനമായിട്ട് മാറിയിരിക്കുന്നു. വിലാപങ്ങളിലെ വികാര തീവ്രത, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യന്റെ എല്ലാ തകർച്ചകളും കണ്ട് വളരെ വികാര തീവ്രതയിൽ കരയുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം നമുക്ക് അവിടെ കാണാം. പ്രവാചക പുസ്തകങ്ങളിൽ എത്ര പ്രചണ്ഡമായ പ്രസംഗങ്ങൾ, എത്ര ശക്തമായ പ്രമേയങ്ങൾ. അപ്പൊ ഈ പ്രസംഗ സാഹിത്യത്തെയൊക്കെ ബൈബിൾ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിഷയമാണ്. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലൂടെ എത്രമാത്രം വലിയ സ്വാധീനം സാഹിത്യ മേഖലയിൽ ഉണ്ടാക്കാനായിട്ട് ബൈബിളിന് കഴിഞ്ഞു എന്നുള്ളത്, പ്രത്യേകിച്ച് ഉപമകളുടെ പ്രയോഗങ്ങൾ, വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഗഹനമായിട്ടുള്ള സത്യങ്ങളെ വിശദീകരിക്കുന്ന കർത്താവിന്റെ ആ ശൈലി, ലാവണ്യ മൊഴികൾ എന്നാണല്ലോ കർത്താവിന്റെ വാക്കുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്ന് കേട്ടവർ സാക്ഷ്യം പറയുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു അധ്യാപന ശൈലി കർത്താവ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. കർത്താവിന്റെ പഠന ടീച്ചിങ്സിൽ നമുക്കത് കാണാനായിട്ട് സാധിച്ചു. ഇതൊക്കെ ലോകത്തെ പല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്, ലോകത്തിലെ മനുഷ്യരെ പല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാഹിത്യ ലോകത്തെ വളരെയധികമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ ബൈബിളിന്റെ സിംബോളിസം എന്ന് പറയുന്നത്, ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രതീകാത്മകത, അതുപോലെ മെറ്റഫേഴ്സ്, അലങ്കാരങ്ങള്, അങ്ങനെയുള്ള അലങ്കാരിക പ്രയോഗങ്ങളൊക്കെ മിക്കവാറും എല്ലാ സാഹിത്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് അറിയാം, ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണെങ്കിലും എത്രയോ സാഹിത്യ രചനകളുടെ പിറകില് ബൈബിളിന്റെ സ്വാധീനമുണ്ട്. എത്രയോ നോവലുകളുടെ പിറകില് ബൈബിളിന്റെ സ്വാധീനമുണ്ട്. കവിതകളുടെ പിറകിലുണ്ട്, പാട്ടുകളുടെ പിറകിലുണ്ട്. ഇതൊക്കെ നമുക്ക് നിഷേധിക്കാനാകാത്ത തെളിവുകളായിട്ട് നമുക്ക് കാണാം. അതുപോലെ പല പ്രയോഗങ്ങള്, ഉദാഹരണമായിട്ട് ലാംബ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ എന്താണ് പ്രോഡിഗൽ സൺ, ഗുഡ് സമരിറ്റൻ, ഗുഡ് ഷെപ്പേർഡ്, ഇങ്ങനെയൊക്കെയുള്ള അനേക പ്രവചനങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന മലയാള ഭാഷയിൽ തന്നെയാണെങ്കിൽ ഒത്തിരി വാക്കുകൾ ബൈബിളിന്റെ സ്വാധീനം കൊണ്ട് മലയാള ഭാഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് കുരിശ് എന്ന് പറയുന്ന പ്രയോഗം, അതുപോലെ തന്നെ രക്ഷ എന്ന് പറയുന്ന വാക്ക്, പശ്ചാത്താപം, വിശ്വാസം, പിന്നെ എന്താണ് ധൂർത്തപുത്രൻ, നല്ല ശമരിയാക്കാരൻ, അങ്ങനെ അനവധി വാക്കുകൾ, ഒറ്റിക്കൊടുക്കുക, യൂദാസ്, ഇതൊക്കെ ഇന്ന് രാഷ്ട്രീയക്കാരും ഒക്കെ ഇഷ്ടംപോലെ എടുത്ത് പ്രയോഗിക്കുന്ന വാക്കുകളാണ്. ഇതുപോലെ അനേക വാക്കുകൾ മലയാള സാഹിത്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മലയാള സാഹിത്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള പുസ്തകങ്ങൾ, ആദ്യകാല പുസ്തകങ്ങളൊക്കെ മിക്കവാറും ഈ ക്രിസ്തീയ സ്വാധീനത്തിലുണ്ടായ പുസ്തകങ്ങളാണ്. മലയാളത്തിന് ഗദ്യ സാഹിത്യം നൽകിയത് തന്നെ ഈ ബൈബിളാണ്, ബൈബിളിന്റെ തർജ്ജമയാണ്. ആ തർജ്ജമയിലൂടെ, അല്ലെങ്കിൽ ബൈബിളിന്റെ തർജ്ജമയുടെ വായനയാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യർ എഴുതിയ സാഹിത്യ രൂപങ്ങളാണ്, കൃതികളാണ് മലയാള ഗദ്യ സാഹിത്യത്തിന്റെ ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1785 ഈ പാറേമാക്കൽ തോമാ കത്തനാർ എന്ന് പറയുന്ന മനുഷ്യൻ
വർത്തമാന പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ഒരു ട്രാവലോഗാണ്, ഒരു യാത്രാ വിവരണ പുസ്തകമാണ്. പക്ഷെ അതിനകത്ത് നേരിട്ട് ബൈബിളിലെ ആശയങ്ങൾ അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നെങ്കിലും ഈ ബൈബിളിന്റെ ആശയങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒരു ക്രിസ്തീയ പുരോഹിതന്റെ കാഴ്ചപ്പാടാണ് നമുക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വർത്തമാന പുസ്തകം എന്ന് പറയുന്ന പുസ്തകം ബൈബിളിന്റെ നേരിട്ടുള്ള സ്വാധീനം ആണെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ബൈബിളിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് ആ പുസ്തകത്തിന്റെ പുറകിൽ കാണാം, അതിന്റെ രചനകളിലും ആശയങ്ങളിലൊക്കെ കാണാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് 1800കളിലേക്ക് വരുമ്പോൾ 1829 അർണോസ് പാതിരിയുടെ പുസ്തകം പുത്തൻ പാനം, അതൊരു വളരെ മനോഹരമായ ഒരു കാവ്യരൂപമാണ്. യേശുക്രിസ്തുവിന്റെ ജന്മം മുതൽ ഉയർപ്പ് വരെ മനോഹരമായി വിവരിക്കുന്ന ഒരു കാവ്യരൂപമാണ് ഈ പുത്തൻപാന എന്ന് പറയുന്ന പുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ മലയാള ലോകത്തിന് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ അതിമനോഹരമായിട്ട് പരിചയപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ഈ പുത്തൻപാന. പിന്നീട് അതേ തുടർന്ന് അനേക പുസ്തകങ്ങൾ, ഞാൻ എല്ലാത്തിൻ്റെ ഒന്നും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ബൈബിൾ പരിഭാഷകൾ വലിയ സ്വാധീനം മലയാളക്കരയിൽ ചെലുത്തിയിട്ടുണ്ട്. ഹെർമൻ ഗുണ്ടർട്ട്, ബെഞ്ചമിൻ ബെയ്ലി അതുപോലെയുള്ള ആളുകൾ, അവരുടെ പരിഭാഷാ പരിപാടികൾ, ഇതൊക്കെ മലയാള വ്യാകരണത്തിന് ഒരു കൃത്യമായ രൂപവും ഒക്കെ വരാനായിട്ട് ഇടയായി തീർന്നു. മലയാള ഭാഷയുടെ പദസമ്പത്തിനെ, വൊക്കാബുലറിയെ അത് കാര്യമായിട്ട് സ്വാധീനിക്കുകയും അതിനകത്ത് ധാരാളം സംഭാവനകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മലയാള ഭാഷയുടെ വാചകത്തിന്റെ ഘടന രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ, അതിനെ നവീകരിക്കുന്ന കാര്യത്തിലൊക്കെ ഈ ബൈബിളിന്റെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ബൈബിളിലെ പ്രയോഗങ്ങള്, അങ്ങനെ ഒത്തിരി പ്രയോഗങ്ങളൊക്കെ മലയാള ഭാഷയിലേക്കൊക്കെ കടമെടുത്ത് വന്നായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ഒരു വാക്കായിരിക്കണം ബലിയാട് എന്ന് പറയുന്ന ഒരു വാക്ക്, ക്രൂശിക്കുക, ഒറ്റിക്കൊടുക്കുക, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇങ്ങനെ അനേക വാക്കുകൾ മലയാള ഭാഷയ്ക്ക്, അനേക പ്രയോഗങ്ങൾ മലയാള ഭാഷയ്ക്ക് ബൈബിൾ എന്ന ഈ പുസ്തകത്തിന്റെ സ്വാധീനം കൊണ്ട് ലഭിക്കാനിടയായി തീർന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിൽ ഞാനൊന്ന് എടുത്തു പറഞ്ഞെന്നുള്ളൂ. ഈ ബൈബിളിന്റെ സാഹിത്യ ഭംഗി നമ്മളെ സംബന്ധിച്ച് ആസ്വദിക്കാനായിട്ട് അല്പം പരിമിതികളുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ വായിക്കുന്നത് ഈ പരിഭാഷയാണ്. ഏത് സാഹിത്യ കൃതിയാണെങ്കിലും അതിന്റെ ആ ഒറിജിനൽ ലാംഗ്വേജിൽ, അതിന്റെ മൂലഭാഷയിൽ, എഴുതപ്പെട്ട ഭാഷയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഭംഗിയും ഒരു ആസ്വാദനവും ഒന്നും അതിന്റെ പരിഭാഷയിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നില്ല. അത് എത്ര നല്ല പരിഭാഷകൻ പരിഭാഷ ചെയ്താലും പൂർണ്ണമായിട്ടും അതേ രീതിയിൽ ഈ മറ്റൊരു ഭാഷയിലേക്ക് അതിനെ പകർത്തി എഴുതാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എബ്രായ പഴയ നിയമത്തിന്റെ കാവ്യ ഭംഗി എന്ന് പറയുന്നത് നമുക്കൊക്കെ ആസ്വദിക്കാനായിട്ട് ഇതുവരെയും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആളുകളുടെ എഴുത്തുകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള രചനാ രീതികളൊക്കെ അതിനകത്തുള്ളത്. ഹീബ്രു പാരലിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എബ്രായ ഭാഷയിലെ കാവ്യ ശൈലിയിൽ ഉപയോഗിക്കുന്ന ഒരു സാമാന്തരികത എന്ന് പറയുന്നത്, അത് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്ന ആശയം മറ്റു വാക്കുകളിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു രീതി, അത് സങ്കീർത്തനങ്ങളിലും സദൃശവാക്യങ്ങളിലും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ആ ഒരു രീതിയിലൂടെ ഡീപ്പനിങ് ഓഫ് തോട്ട്സ്, നമ്മുടെ ചിന്തകളെ കുറച്ചുകൂടി ആഴത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹിത്യ പ്രയോഗ രീതിയാണ് ഈ പാരലിസം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇനി ഈ സങ്കീർത്തനങ്ങൾ സദൃശവാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഒരാശയം പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ അതിന്റെ മറുവശം പറഞ്ഞ് അതിനെ ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടി അതിനെ മറ്റു വാക്കുകളിൽ ആവർത്തിക്കുന്ന രീതികളെ കാണാനായിട്ട് സാധിക്കും. ഈ എബ്രായ ഭാഷയുടെ കാവ്യഭംഗി വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ഈ വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ ഭംഗിയും നമുക്കത് ആസ്വദിക്കാനായിട്ട് അത്രമാത്രം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആ പുസ്തകം 5 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 5 അധ്യായങ്ങളില് 1, 2, 4, 5 ഈ 4 അധ്യായങ്ങളിൽ 22 വാക്യങ്ങൾ വീതം ഉള്ളത്. എബ്രായ ഭാഷയിൽ 22 അക്ഷരങ്ങളാണ് ആൽഫബറ്റിലുള്ളത്. അപ്പോൾ ആ ഓരോ വാക്യങ്ങളും തുടങ്ങിയിരിക്കുന്നത് ആൽഫബറ്റിലെ ഓരോ അക്ഷരം വെച്ചിട്ടാണ്. നമ്മൾ മലയാളത്തിലെ ആ ഈ എന്ന് പറയുന്നത് പോലെ ആലേഫ്, ബേത്ത്, അങ്ങനെ ഈ എബ്രായ ഭാഷയിലെ അക്ഷരമാല ക്രമത്തിലാണ് അതിന്റെ ഓരോ വാക്യങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. ഇനി 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അതും വളരെ അതിശയകരമായിട്ടുള്ള അധ്യായമാണ്. 1, 2,
4, 5 ഈ അധ്യായങ്ങളിൽ 22 വാക്യങ്ങൾ വെച്ചാണ് ഉള്ളത്. പക്ഷെ 3-ാമത്തെ അധ്യായത്തിൽ 66 വാക്യങ്ങളുണ്ട്. 22 ഗുണം 3 അങ്ങനെയാണ് അതിന്റെ ക്രമീകരണം. അപ്പോൾ ഈ 3-ാമത്തെ അധ്യായം നമ്മൾ പരിശോധിച്ചാൽ എബ്രായ ഭാഷയിൽ നമ്മളത് വായിക്കുമ്പോൾ 3 വാക്യങ്ങൾ ആരംഭിക്കുന്നത് ഒരക്ഷരം കൊണ്ടാണ്. അപ്പോൾ ആലേഫ് എന്ന് പറയുന്ന ആദ്യത്തെ അക്ഷരം കൊണ്ടാണ് ആദ്യത്തെ 3 വാക്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഈ ബേത്ത് എന്ന് പറയുന്ന അക്ഷരത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 3 സെന്റൻസ് വെച്ച് 3 വാക്യങ്ങൾ വെച്ചിട്ട് ഒരക്ഷരത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഭംഗി, അതിന്റെ ഒരു സാഹിത്യ ഭംഗി, അതിന്റെ ഒരു ഋതം, ഇതൊന്നും നമുക്ക് നമ്മുടെ മലയാള ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ഒന്നും നമുക്കത് പകർത്തി കിട്ടില്ല, അത് കിട്ടിയിട്ടുമില്ല. അപ്പൊ അതിന്റെ ആ ഒരു പൂർണ്ണമായ ഭംഗി ആസ്വദിക്കാനായിട്ട് പരിഭാഷകളിലൂടെ ഒത്തിരി പരിമിതികളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കാണ് ഇതിന്റെ സാഹിത്യ ഭംഗി കുറച്ചുകൂടെ മനോഹരമായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും നമ്മുടെ കയ്യിലൊക്കെയുള്ള ഇംഗ്ലീഷ് ബൈബിളിൽ പഴയ, പ്രത്യേകിച്ച് വളരെ ക്ലാസിക്കൽ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുള്ള പരിഭാഷകളൊക്കെ ഇംഗ്ലീഷ് ഭാഷയൊക്കെ വശമുള്ളവർക്കറിയാം. യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ സാഹിത്യം പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളായിട്ട് ബൈബിളിലെ പല ഭാഗങ്ങളൊക്കെ എടുത്ത് പഠിപ്പിക്കാറുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് അതിന്റെ രചനാശൈലി, ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളും വാക്കുകളും ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു സർഗാത്മക സൃഷ്ടിയാണ് ബൈബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ്. ബൈബിൾ സർഗാത്മകമായ ഒരു ദൈവത്തിന്റെ സൃഷ്ടി ആയതുകൊണ്ട് ഇത് വായിക്കുന്ന ആളുകളിലും ഈ സർഗഭാവങ്ങളെ ഉണർത്തുന്ന, അവന്റെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തുന്ന ഒരു സ്വാധീനം ബൈബിള് തീർച്ചയായിട്ടും ചെലുത്തിയിട്ടുണ്ട്. ഈ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആശയം എന്ന് പറയുമ്പോൾ ഈ സത്യം, നീതി, മനുഷ്യത്വം, അതുപോലെ നന്മയുടെ വിജയം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഈ കഥകള്, നോവലുകള്, സാഹിത്യ രചനകള്, ഇതിന്റെയൊക്കെ പുറകിൽ ബൈബിളിന്റെ ഒരു വലിയ സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ അങ്ങനെയുള്ള പുസ്തകങ്ങൾ കാണാം. അതുപോലെ ലോകത്താകമാനം ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള അനേക പുസ്തകങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഈ എന്താണ് ശില്പങ്ങളുടെ കാര്യത്തിൽ, ശില്പവിദ്യ, ആ മേഖലയിലൊക്കെ നമുക്കറിയാം. ഈ മൈക്കിളാഞ്ചലോയെ പോലുള്ള ആളുകള് അവരുടെയൊക്കെ സൃഷ്ടികൾ, ശില്പങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. എത്രയോ അത്ഭുതകരമായ ശില്പങ്ങളാണ് ബൈബിൾ കഥാപാത്രങ്ങളുടെ പേരിൽ തന്നെ അവരുണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാവ്യ രൂപങ്ങൾ അല്ലെങ്കിൽ സംഗീത ലോകത്ത് ഉള്ള സ്വാധീനം എന്ന് പറയുന്നത് മൊസാട്ടിനെ പോലെയുള്ള ആളുകള്, അതുപോലെ മെസായ എന്ന് പറയുന്ന പാട്ടൊക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനേക കവികളെ സ്വാധീനിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ബൈബിളിന്റെ സ്വാധീനം കലാപരമായ രംഗത്തേക്ക് നോക്കിയാൽ നമുക്ക് മണിക്കൂറുകൾ ഇങ്ങനെ പറയാനായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് ബൈബിളിനെ കുറിച്ച് പറയാൻ സാധിക്കും. അത്രമാത്രം ആഴമായ, അത്രമാത്രം സൃഷ്ടിപരമായ സ്വാധീനം ഈ ബൈബിള് ചെലുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ഈ സൃഷ്ടിപരതയെ ഉണർത്തിയിട്ടുണ്ട്. ഒത്തിരി സൃഷ്ടിപരമായ സൃഷ്ടികൾ ഉണ്ടാക്കുവാനായിട്ട് മനുഷ്യന് ബൈബിൾ പ്രേരണയായിട്ടുണ്ട്, മുഖാന്തരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് നമുക്ക് 100 തെളിവുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൾച്ചറൽ ക്രിയേറ്റിവിറ്റി ഓഫ് ദ ബൈബിൾ, സംസ്കാരങ്ങളിൽ ബൈബിൾ ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച്, അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനാണ്, ഒത്തിരി കാര്യങ്ങൾ പറയാനാണ്. അപ്പൊ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം വിവിധ സംസ്കാരങ്ങൾ കണ്ട ഒരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള ഈജിപ്ഷ്യൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, ഗ്രീക്കരുടെ സംസ്കാരം, മേദ്യപാർശ്യ സംസ്കാരം, റോമൻ സംസ്കാരം, ഇങ്ങനെ അനേക സംസ്കാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്താധാരയാണ് ബൈബിളിലുള്ളത്. അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ആ സംസ്കാരങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെ കുറിച്ചൊക്കെയുള്ള ചരിത്രമാണ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ തരത്തില് ഈ ചരിത്രങ്ങളെയൊക്കെ ബൈബിൾ എങ്ങനെ രൂപപ്പെടുത്തി, അല്ലെങ്കിൽ ഈ സംസ്കാരങ്ങളെയൊക്കെ ബൈബിൾ എങ്ങനെ രൂപപ്പെടുത്തി, എങ്ങനെ സ്വാധീനിച്ചു എന്ന് ഒക്കെ നമ്മൾ പഠിക്കാൻ നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പഠനമാണ്. എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരങ്ങളൊക്കെ പലതും വളരെ പ്രശ്നങ്ങളുള്ള സംസ്കാരങ്ങളായിരുന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് മാത്രം നമ്മൾ എടുത്ത് ചിന്തിച്ചാൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ
മനുഷ്യനെ വിലയുള്ളവനായിട്ട് കാണാനായിട്ട് കഴിയാത്ത തരത്തിൽ ചിന്തിച്ചിരുന്ന ഒരു സമൂഹമാണ് ഈ പുരാതനമായ സംസ്കാരങ്ങൾ പലതും എന്ന് പറയുന്നത്. അപവാദങ്ങൾ ഇല്ലാതില്ല, എന്നാൽ മിക്കവാറും പൊതുവിൽ പറഞ്ഞാൽ മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ നീതിക്ക്, സത്യത്തിന്, ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാത്ത, അതിനൊന്നും വലിയ പ്രാധാന്യമില്ലാത്ത സംസ്കാരങ്ങളാണ് നമുക്ക് ലോകത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഈ സംസ്കാരങ്ങളെയൊക്കെ നവീകരിക്കുന്നതിൽ, അതിനെയൊക്കെ ഒന്ന് സംസ്കരിച്ചെടുക്കുന്നതിൽ, അതിനെയൊക്കെ മനുഷ്യത്വത്തിന്റെ മുഖം നൽകുന്നതിൽ ബൈബിളില് ചെലുത്തിയ സ്വാധീനം, അല്ലെങ്കിൽ ബൈബിളിന് അതിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ ടോം ഹോളണ്ട് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ, അദ്ദേഹം ഒരു സെക്യുലർ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിന്റെ ഒരു റിസർച്ച് പഠനമുണ്ട്. ആ പഠനം അദ്ദേഹം ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഡൊമീനിയൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഇദ്ദേഹം ചെയ്ത ഒരു പഠനം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ലോകത്തെ ഇന്ന് കാണുന്ന നിലയിൽ ആക്കി തീർത്തത് എന്താണ്, അതാണ് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കൊട്ടേഷൻസ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആ പുസ്തകത്തിൽ അദ്ദേഹം റിച്ചർഡ് ഡോക്കിൻസിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ റിച്ചർഡ് ഡോക്കിൻസ് പറഞ്ഞ നമുക്കറിയാം, അറിയപ്പെടുന്ന നിരീശ്വരനായിട്ടുള്ള മനുഷ്യനാണ്, ഗോഡ് ഡെല്യൂഷന്റെ ഒക്കെ ഓതറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, he declared to argue that in the West, the pretty widespread consensus of what is right and what is wrong derives principally from Christian teachings. അതായത് ഈ പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, പാശ്ചാത്യ ലോകത്തിൽ പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ശരി തെറ്റുകളെ തീരുമാനിക്കുന്നതിൽ, ശരിയും തെറ്റും തിരിച്ചറിയാൻ സഹായിക്കുന്നതില് ക്രിസ്തീയ ഉപദേശത്തിന്റെ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ ഉപദേശങ്ങളാണ് പാശ്ചാത്യ ലോകത്തെ മനുഷ്യർക്ക് ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അതിനെ വിവേചിക്കാനായിട്ടുള്ള കഴിവ് നൽകിയത്, അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയത് എന്ന് ഈ നിരീശ്വരവാദികളുടെ ഈ നേതാവായിട്ടുള്ള ഈ മനുഷ്യൻ പറയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഈ ടോം ഹോളണ്ട് എഴുതിയേക്കുന്നത് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ മോസ്റ്റ് ഇവാഞ്ചലിക്കൽ എത്തിസ്റ്റ് എന്നാണ്. അപ്പോ ഈ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തീയതയോട് താല്പര്യമുള്ള ഒരു നിരീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ ഒരു കൾച്ചറൽ ക്രിസ്ത്യൻ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ആ പുസ്തകത്തിന് എഴുതിയിട്ടുള്ള മറ്റൊരു കാര്യം ഇതാണ്: ക്രിസ്ത്യാനിറ്റി മേ ബി ദ മോസ്റ്റ് എൻഡ്യൂറിംഗ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ലെഗസി ഓഫ് ദ ഏൻഷ്യന്റ് വേൾഡ് ആൻഡ് ഇറ്റ്സ് എമർജൻസ് ദ സിംഗിൾ മോസ്റ്റ് ട്രാൻസ്ഫോർമേറ്റീവ് ഡെവലപ്മെന്റ് ഇൻ വെസ്റ്റേൺ ഹിസ്റ്ററി. അപ്പൊ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ആവിർഭാവമാണ് ഈ വെസ്റ്റേൺ ലോകത്തെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഏക കാരണം എന്ന് പറയാവുന്ന രീതിയിൽ പറയാൻ സാധിക്കുന്ന സ്വാധീനം ചെലുത്തിയത് ക്രിസ്തീയ വിശ്വാസമാണ്, അല്ലെങ്കിൽ ബൈബിളിന്റെ ഉപദേശങ്ങളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ടോം ഹോളണ്ടിന്റെ ഡൊമിനിയൻ എന്ന് പറയുന്ന പുസ്തകത്തില് അദ്ദേഹം ഇങ്ങനെ അതിന്റെ ആമുഖത്തിൽ എഴുതി വരുന്ന ഒരു കാര്യമാണ്. അതായത് ലോക സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന ചില രീതികളെ കുറിച്ച് അദ്ദേഹം എടുത്തിങ്ങനെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചക്രവർത്തിമാര് അവരുടെ ശത്രുക്കളെ കൈകാര്യം ചെയ്തിരുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ക്രൂരമായ, വളരെ കിരാതമായ രീതിയിലാണ് ഇവരുടെ ശത്രുക്കളെ ഇവര് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. ചുമ്മാ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞ മഹാകരുണയാണ്. പക്ഷെ വളരെ ക്രൂരമായ, വളരെ പൈശാചികമായ രീതിയിലാണ് ഇവരുടെ ശത്രുക്കളെ ഇവര് വകവരുത്തിയിരുന്നത്. അപ്പൊ ഈ കുരിശ് എന്ന് പറയുന്ന ക്രൂശീകരണം തന്നെ കണ്ടുപിടിച്ചത് അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിൽ നിന്നാണ്, ഫൊയ്നീഷ്യൻ സംസ്കാരത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യനെ വേദനിപ്പിച്ച് ദുരിതത്തിന് മീതെ ദുരിതം വന്ന് കൊല്ലുന്ന ഒരു പരിപാടിയാണ്. ഈ മരത്തേല് തൂക്കിയിടുക, എന്നിട്ട് കഴുകന്മാരും മറ്റു പക്ഷികളൊക്കെ വന്ന് കൊത്തിപ്പറിച്ച് അങ്ങനെ വെയിലും ഒക്കെ കൊണ്ട് ഇഞ്ചിഞ്ചായി അതിദയനീയമായിട്ടുള്ള മരണമാണ് ഈ ക്രൂശ് മരണം എന്ന് പറയുന്നത്. അത്തരത്തിൽ മനുഷ്യരെ കൊല്ലുക. അതുപോലെ തന്നെ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതൊരു ആളുകളെ കൊല്ലുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമായിട്ടാണ് ഒരു
മനുഷ്യൻ എന്ന പരിഗണന പോലും ഇല്ലാതെ, അതായത് ഈ മരത്തിന്റെ ഉൾവശമൊക്കെ തുറന്ന് കളഞ്ഞിട്ട് ഈ മനുഷ്യനെ ഈ മരത്തിന്റെ ഇതിനകത്ത് വെച്ച് കെട്ടും. ഇട്ട് മാത്രമല്ല, ഈ മനുഷ്യന്റെ തലയും കാലും കൈകളൊക്കെ പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഈ മരത്തിന്റെ ഇതിൽ കവർ ചെയ്തിരിക്കും. എന്നിട്ട് ഇവർക്ക് ധാരാളം ആഹാരം കഴിക്കാനായിട്ട് കൊടുക്കും. അപ്പൊ ആഹാരം കഴിക്കാനായിട്ട് കൊടുക്കുമ്പോൾ ഈ മലമൂത്ര വിസർജനം നടക്കും. അത് ഈ മരത്തിന്റെ ചട്ടക്കൂടിനകത്ത് തന്നെ നടത്തും. അപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് മനുഷ്യൻ. എന്നിട്ട് ഈ തടിയുടെ ദ്വാരങ്ങളിലൂടെയൊക്കെ ഇവന്റെ മുഖത്തും കയ്യേലും കാലിലും ഒക്കെ തേനൊഴിക്കും, മറ്റ് ദ്രാവകങ്ങളൊക്കെ ഒഴിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉറുമ്പുകളും മറ്റ് പ്രാണികളും ഒക്കെ വന്ന് ഈ മനുഷ്യൻ നിസ്സഹനായിട്ട് കിടക്കുന്ന ഈ മനുഷ്യനെ കാർന്ന് തിന്ന് അങ്ങനെ കുറേശ്ശെ തിന്നു തീർക്കുന്ന ഒരു മരണം. അപ്പൊ അത്ര ക്രൂരമായ, അത്ര പൈശാചികമായ രീതിയിലാണ് ഈ ആളുകളൊക്കെ, അല്ലെങ്കിൽ കൊല്ലാനായിട്ട് മനുഷ്യരെ ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന രീതികൾ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു വരികയാണ്. എന്നിട്ട് പറയാണ്, ഈ രീതികളൊക്കെ മാറിയിട്ട് ഈ ശത്രുക്കളെ കൊല്ലുന്നത് പോലും, അതിനകത്ത് പോലും ഒരു മര്യാദ വന്നത് ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ ബൈബിളിന്റെ സ്വാധീനം കൊണ്ട് ആണ്. മനുഷ്യന് വിലയുണ്ടായത് ഈ ബൈബിളിന്റെ സ്വാധീനം കൊണ്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന കോർ ടീച്ചിങ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നുള്ള ഒരു വിപ്ലവാത്മകമായിട്ടുള്ളൊരു ചിന്ത. മൃഗങ്ങളെ പോലെ മറ്റൊരു മൃഗമായിട്ട് മനുഷ്യരെ കണ്ടിരുന്ന അനേക സംസ്കാരങ്ങൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ രാജ്യത്തൊക്കെ അത്തരത്തിലുള്ള സംസ്കാരം ഉണ്ടായിരുന്നു. ചില കൂട്ടം മനുഷ്യരെയൊക്കെ മൃഗങ്ങൾക്ക് തുല്യരായി, അല്ലെങ്കിൽ മൃഗങ്ങളെ പോലും അത്രയും പോലും വിലയില്ലാത്തവരായിട്ട് കണ്ടിരുന്ന ഒരു സംസ്കാരമാണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ലോകത്തില് മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന ഒരു വിപ്ലവാത്മകമായ ഒരാശയം ബൈബിൾ ലോകത്തിന് നൽകി. അതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത്, അതുപോലെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്, മൂല്യത്തില് വ്യത്യാസമില്ല എന്നുള്ള വിപ്ലവാത്മകമായിട്ടുള്ളൊരു ചിന്താഗതി, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആശയങ്ങൾ, അതുപോലെ സത്യം, നീതി എന്നൊക്കെ പറയുന്ന, മനുഷ്യത്വം എന്ന് പറയുന്നത്, കമ്പാഷൻ, കരുണ, ദയ എന്നൊക്കെ പറയുന്ന മൂല്യങ്ങള്, ഗുണങ്ങള്, ഇതൊക്കെ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്, ലോകത്തില് വ്യാപകമായിട്ട് എല്ലായിടത്തും എത്തിച്ചത് ഈ ബൈബിളിന്റെ സന്ദേശമാണ്, ബൈബിളിന്റെ പ്രസംഗമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടോം ഹോളണ്ട് അത് അദ്ദേഹം മാത്രമല്ല മറ്റനേകര് അത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ലോകത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച, ലോകത്തിന്റെ ദുസ്ഥിതിയെ മാറ്റിയെടുത്ത അനേക സാമൂഹിക പരിഷ്കർത്താക്കളായ മനുഷ്യരെ കുറിച്ച് നമുക്കറിയാം. ഈ ആളുകളുടെ പലരുടെയും പിറകിലുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നത് ഈ ബൈബിളാണ്. അപ്പൊ ബൈബിളിന്റെ സർഗാത്മകത കേവലം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല, മനുഷ്യ സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്ന കാര്യത്തില്, മനുഷ്യ സമൂഹത്തെ നവീകരിക്കുന്ന കാര്യത്തില് എത്ര പങ്കുവഹിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പൊ മാർട്ടിൻ ലൂതർ സഭാ നവീകരണമാണ് ചെയ്തത്. പക്ഷെ ആ മാർട്ടിൻ ലൂതർ തുടങ്ങി വെച്ച സഭാ നവീകരണം ഏതെല്ലാം മേഖലകളിലേക്ക് സമൂഹത്തെ സ്വാധീനിച്ചു, അല്ലെ? സാമ്പത്തിക മേഖല വരെ സ്വാധീനിച്ചു, സാമൂഹികമായിട്ടുള്ള മേഖലകളെ, രാജ്യങ്ങളുടെ സ്ഥിതികളെ, അപ്പൊ ഒത്തിരി മേഖലകളെ, വിദ്യാഭ്യാസത്തെ, ഇതെല്ലാം സ്വാധീനിച്ച ഒരു മൂവ്മെന്റ് ആണ് ഈ റിഫർമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ വില്യം വിൽബർഫോഴ്സ് എന്ന് പറയുന്ന മനുഷ്യൻ ഇംഗ്ലണ്ടില് ഈ അടിമത്തം നിർത്തലാക്കാൻ വേണ്ടി വളരെ അധ്വാനിച്ച മനുഷ്യനാണ്, അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യനാണ് വിൽബർഫോഴ്സ്. അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തി എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്ന സഹോദരി നേഴ്സിങ്ങിനെ റെവല്യൂഷണൈസ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ കറുത്ത വർഗ്ഗക്കാരുടെ സമത്വത്തിനു വേണ്ടി, ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ. രാജാറാം മോഹൻ റായ്, ഇന്ത്യയില് നോക്കിയാൽ രാജാറാം മോഹൻ റായെ പോലുള്ള ആളുകള്, മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകള്, മദർ തെരേസ, ഇങ്ങനെ അനേക മനുഷ്യർ. കേരളത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകള്, ഇവരൊക്കെ ഏതെങ്കിലും വിധത്തില് ഈ ബൈബിൾ എന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സ്വാധീനത്തില് ഉൾപ്പെട്ട് അല്ലെങ്കിൽ പെട്ടിട്ട് അവര് മനുഷ്യന്റെ ദയനീയ സ്ഥിതിയിൽ നിന്ന് അവനെ മോചിപ്പിക്കാനായിട്ട് ശ്രമിച്ച, മനുഷ്യ സംസ്കാരങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിച്ച ആളുകളാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. അപ്പൊ ബൈബിളിന്റെ സ്വാധീനം സാഹിത്യരംഗത്തിൽ മാത്രമല്ല, ബൈബിളിന്റെ സർഗാത്മകത നമുക്ക് കാണാൻ സാധിക്കുന്നത് സാഹിത്യ കലാപര രംഗത്ത് മാത്രമല്ല, സംസ്കാരങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, സംസ്കാരങ്ങളെ മനോഹരമാക്കി തീർക്കുന്നതിലൊക്കെ
വലിയ സ്വാധീനം ബൈബിൾ ചെലുത്തുന്നുണ്ട്. അപ്പോൾ ബൈബിൾ സ്വാധീനം ചെലുത്തിയ ഒരു ചരിത്രം ലോകത്തിലാകമാനം നമുക്ക് കാണാൻ സാധിക്കും. ആ സ്വാധീനം, ആ സർഗാത്മകത ഇന്നും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ സ്വാധീനിച്ച ആ സ്വാധീനം ഇന്നും തുടരുന്നു. ഇന്നും മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന പുസ്തകമാണ് ബൈബിൾ. ഇന്നും മനുഷ്യ ജീവിതങ്ങളെ പുതുക്കി പണിയുന്ന പുസ്തകമാണ് ബൈബിൾ. ഇന്നും കുടുംബ ജീവിതങ്ങളെ പണിതുയർത്തുന്ന പുസ്തകമാണ്, സംസ്കാരത്തെ പണിതുയർത്തുന്ന പുസ്തകമാണ് ബൈബിള്. ഇതൊക്കെ ബൈബിളിന്റെ സർഗാത്മകത എന്ന വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ഗുണമാണ് ഇത് പഠിക്കുന്നതുകൊണ്ടുള്ളത് എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഒന്ന്, നമുക്ക് ബൈബിള് വെറും ഒരു പുസ്തകമല്ല, ഒരു മാനുഷികമായ പുസ്തകമല്ല, ദൈവികമായിട്ടൊരു പുസ്തകമാണ്. ദൈവത്തിന്റെ സർഗാത്മകത ഇതിലൂടെ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ കുറച്ചുകൂടി താല്പര്യപൂർവ്വം ആസ്വദിച്ച് തന്നെ ഈ ബൈബിൾ വായിക്കാനായിട്ട് നമുക്ക് കഴിയും. ബൈബിളിനെ കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു ആഗ്രഹം നമ്മളിൽ ഉണർത്താനായിട്ട് ഈ ചിന്തയ്ക്ക് കഴിയും. കുറച്ചുകൂടി ബൈബിളിനെ ബഹുമാനത്തോടെ കാണാനായിട്ട് നമുക്ക് കഴിയും. ബൈബിളിന്റെ അപാരമായ സ്വാധീനതയുടെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാനായിട്ടുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാകും. മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ബൈബിളിനെ കുറിച്ച് അഭിമാനത്തോടെ പറയാം. അതായത് ലോകത്തിൽ ഒരു പുസ്തകങ്ങളും, അനേക മതഗ്രന്ഥങ്ങളുണ്ട്, ഈ മതഗ്രന്ഥങ്ങൾക്കോ മറ്റനേക ഫിലോസഫിക്കൽ പുസ്തകങ്ങൾക്കോ ഒന്നും സാധിക്കാത്ത അത്ഭുതകരമായ സ്വാധീനമാണ് ബൈബിൾ എന്ന ഈ പുസ്തകം വരുത്തിയിട്ടുള്ളത്. ആ പുസ്തകത്തിന്റെ വക്താക്കളായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു പഠനമാണ് ഈ ബൈബിളിന്റെ സർഗാത്മകതയെ കുറിച്ചുള്ള ഈ പഠനം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ അനുദിനം കാണുന്ന ഒത്തിരി തകർന്ന മനുഷ്യരുണ്ട്, മനുഷ്യന്റെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എവിടെയാണ്? ഇതിൻ്റെയൊക്കെ പരിഹാരം വാസ്തവത്തിൽ ഈ ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിലുമാണ് ഉള്ളത്. ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നത് ആർക്കാണ്? ഈ ബൈബിളിന്റെ സ്വാധീന ശക്തി മനസ്സിലാക്കിയവർക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏത് തകർന്ന ജീവിതത്തെയും മനോഹരമാക്കി തീർക്കാൻ കഴിയുന്ന, പുതുക്കി പണിയാൻ കഴിയുന്ന ആ സജീവമായ ശക്തിയാണ്, ദൈവശക്തിയാണ് സുവിശേഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർഗാത്മ ശക്തിയെ, ഈ ക്രിയേറ്റീവ് പവർ, ദൈവത്തിന്റെ ഈ ക്രിയേറ്റീവ് പവറിനെ നമുക്ക് ഒരു തകർന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നൽകാനായിട്ട് സാധിച്ചാൽ അതവിടെ പ്രവർത്തിച്ചോളും. അത് ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിക്കോളും, അനേക കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കോളും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത ഈ വചനത്തിനുണ്ട്. അതുമാത്രമല്ല, രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന കാര്യത്തില്, പെരുമാറ്റ രീതികളെ രൂപപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ ബൈബിളിന്റെ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും. അതുകൊണ്ട് ബൈബിൾ പ്രസംഗിച്ച് തളർന്നു പോകുന്ന സഭാ ശുശ്രൂഷകന്മാരുണ്ട്. കാരണം ഞാനിത് എത്രമാത്രം പ്രസംഗിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല, ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെ നിരാശ പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ വചനം സജീവമായ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. അത് വിചാരവികാരങ്ങളെ, സന്ധിമഞ്ചകളെ വരെ വേർതിരിക്കും വരെ കടന്നു ചെല്ലുന്നതും അതിനെ വിവേചിക്കുന്നതുമാണ്. അതവിടെ പ്രവർത്തിക്കും. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കാര്യം സാധിക്കാതെ തിരിച്ചു വരികയില്ല എന്നാണ് പ്രവാചകന്റെ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ സൃഷ്ടിപരമായ കഴിവുള്ള, സർഗാത്മകമായ ശക്തിയുള്ള ഈ വചനം നമ്മൾ ആളുകൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ നന്മയാണ്. നമുക്ക് മനുഷ്യ ജീവിതങ്ങളെ ദൈവം പുതുക്കുന്നത് കാണാനായിട്ട് സാധിക്കും, അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബൈബിൾ ഒരു സർഗാത്മ സൃഷ്ടിയാണ്. ബൈബിളിന്റെ സർഗാത്മകതയെക്കുറിച്ച് ഇത്രയും ചുരുക്കം കാര്യങ്ങൾ ആണ് ഞാൻ പറയാനായിട്ട് ഒരുങ്ങിയത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. പ്രിയ സനിസാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ വിപുലമായിട്ടുള്ള ഒരു വിഷയമാണ്, എങ്കിലും അത് വളരെ ചുരുക്കമായിട്ട് നമ്മളോട് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചതുപോലെ അത് മനുഷ്യനെ പരിവർത്തനം ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. സാഹിത്യത്തിലും സംസ്കാരങ്ങൾ രൂപപ്പെടുത്തുന്നതിലും അതുപോലെ ഒരു മനുഷ്യ സംസ്കാരങ്ങൾക്ക് ഒരു മാനുഷികമായിട്ടുള്ള ഭാവം വരുത്തുന്നതിനുമൊക്കെ ദൈവത്തിന്റെ വചനം ഒത്തിരി സഹായമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ നമ്മുടെ ദൈവവചന വായനയോട്
അല്ലെ പഠനത്തോട് ഒരു പുതിയ സമീപനം നമ്മുടെ ഈ കേട്ട ചിന്തകൾ മുഖാന്തരം ഉണ്ടാകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ ഈ ദൈവവചന വായനയും പഠനവും ഒക്കെ നമ്മുടെ സർഗഭാവനകളെ കൂടുതൽ ഉണർത്തുന്നതായി തീരട്ടെ. അതുപോലെ അതിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി, ദൈവവചനത്തിന്റെ സാധ്യതകൾ ഇനിയും തീർന്നു പോയിട്ടില്ല എന്നാണ് സർ നമ്മളോട് പറഞ്ഞത്. ഇപ്പോഴും അതിന്റെ അനന്ത സാധ്യതകൾ അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ.